രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണെന്ന് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് ആ വകുപ്പുകൾ എന്ന് നോക്കാം. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 64(2)F എന്ന വകുപ്പ്, അതായത് അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗമാണ് ഏറ്റവും നിർണായകമായ കുറ്റം ചുമത്തിയിരിക്കുന്നത്. BNS 64(2)H എന്ന വകുപ്പ്, അതായത് ഗർഭിണിയാകുമെന്ന അറിവോടെ ബലാത്സംഗം ചെയ്തിരിക്കുകയാണ്. BNS 64(2)M എന്ന വകുപ്പ്, അതായത് ആവർത്തിച്ചുള്ള ബലാത്സംഗമാണ് മറ്റൊരു ഗുരുതരമായ കുറ്റം ചുമത്തിയിരിക്കുന്നത്. മൂന്നും ജാമ്യമില്ലാ കുറ്റങ്ങളാണ്. ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ. ജനപ്രതിനിധിയായി തുടരാനുള്ള യോഗ്യത ഇങ്ങനൊരു കേസ് കൂടി വന്ന പരാതി കൂടി വന്ന സ്ഥിതിക്ക് ഇനിയുണ്ടോ? പരാതി വന്ന സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. ശരി, കൂടുതൽ പ്രതികരിക്കാൻ ഏതായാലും VD സതീശൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ഈ ഗുരുതര വകുപ്പുകളൊക്കെ ചുമത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തുന്ന നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് BNS 89 ആണ്, അതായത് നിർബന്ധിത ഗർഭചിത്രം. അത് ജാമ്യമില്ലാ കുറ്റമാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്, ഗുരുതര വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. മറ്റൊന്ന് BNS 115(2) എന്ന വകുപ്പ്, അത് ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഗർഭചിത്രത്തിനും രക്തസ്രാവത്തിലേക്കുമൊക്കെ നയിക്കുന്ന തരത്തിലുള്ള ദേഹോപദ്രവമാണ്. അത് 7 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. BNS അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് BNS 351(3) ആണ്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ. അത് 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ്, ഈ വധഭീഷണി മുഴക്കി എന്ന് പറയുന്നത്. അടുത്തത് BNS 35 ആണ്, അതായത് സമാന ഉദ്ദേശത്തോടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയുള്ള കുറ്റകൃത്യം തന്നെയാണ്. ഇത് മാത്രമല്ല IT നിയമത്തിലെ 66E സ്വകാര്യതാ ലംഘനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ്. ഇത് പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്, പക്ഷേ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്. ഏതായാലും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. യുവതിയുമായുള്ളത് സൗഹൃദം മാത്രമാണെന്നാണ് രാഹുൽ പറയുന്നത്. ബലാത്സംഗം ചെയ്തിട്ടില്ല, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ ഉയർത്തുന്നത്. CPM-ന്റെയും BJP-യുടെയും ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണമെന്നാണ് രാഹുലിന്റെ വാദം. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ പുറത്തു വന്നിട്ടുള്ള തെളിവുകളൊക്കെ രാഹുലിന് കുരുക്കാണ്, എന്നിട്ടും എന്തൊക്കെ ന്യായീകരണങ്ങളാണ് നിരത്തുന്നത്? തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിരവധിയായ വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ താൻ ബലാത്സംഗം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നതാണ്. മാത്രമല്ല അതിന് ആധാരമായി തനിക്കെതിരായിട്ടുള്ള തെളിവുകളില്ല. പരാതിക്ക് പിന്നിൽ CPI-യും BJP-യും നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പരാതി വ്യാജമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. പരാതിക്കാരി തന്നെ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുവെന്ന് പരാതിക്കാരി തന്നോട് പറഞ്ഞു. തനിക്ക് പരാതിക്കാരിയോട് സഹതാപം തോന്നി. തുടർന്ന് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് ആ സൗഹൃദം വളർന്നു. ബന്ധത്തിലെ ശരിയും തെറ്റും തിരിച്ചറിയുന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് യുവതി. തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. യുവതി റെക്കോർഡ് ചെയ്ത സന്ദേശം പോലീസിൽ പരാതി നൽകും മുമ്പ് മാധ്യമങ്ങൾക്കാണ് ആദ്യം നൽകിയത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമാണ്. ശബരിമല വിവാദം നിൽക്കുന്ന സമയത്താണ് യുവതിയുടെ പരാതി. തെളിവുകളില്ലാതെയാണ് യുവതി പരാതി ഉന്നയിച്ചത്. ശരി, അങ്ങനെ യുവതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ നിരത്തിയിരിക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന് നമുക്കറിയണം. നിലവിൽ ചുമത്തിയിരിക്കുന്ന ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് കോടതി എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് നിർണായകമാണ്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകുന്നത്.